അമേരിക്കൻ സൈന്യത്തിന് വൻ ആഘാതമേൽപ്പിച്ചുകൊണ്ട് ടെക്സസിലുണ്ടായ ഒരു ദാരുണമായ ഹെലികോപ്റ്റർ അപകടത്തിൽ 2 US സേനാംഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പതിവ് പരിശീലന പറക്കലിനിടെയാണ് AH-64 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ സാലാഡോയ്ക്ക് സമീപമുള്ള വിജനമായ പാടശേഖരത്തിലേക്ക് തകർന്നു വീണത്. അപകടത്തിന് പിന്നാലെ വൻ തീപിടുത്തമുണ്ടായതോടെ പ്രദേശം മുഴുവൻ കറുത്ത പുകയാൽ മൂടപ്പെട്ടു. ടെക്സസിലെ ഫോർട്ട് ഹുഡ് സൈനിക താവളത്തിൽ നിന്നുള്ള ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ നടക്കാറുള്ള പരിശീലന ദൗത്യത്തിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ ദുരന്തം സംഭവിച്ചത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 2 വൈമാനികരും അപകട സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. തകർന്നു വീണയുടൻ ഹെലികോപ്റ്ററിന് തീപിടിക്കുകയും സ്ഫോടനത്തോടെ കൂറ്റൻ അഗ്നിഗോളമായി മാറുകയുമായിരുന്നു. ഹെലികോപ്റ്ററിലെ ഇന്ധന ശേഖരത്തിൽ നിന്ന് പടർന്ന തീ അതിവേഗം സമീപത്തെ ഉണങ്ങിയ പുൽമേടുകളിലേക്ക് പടർന്നു പിടിച്ചു. ഇതോടെ ഏകദേശം 100ഓളം ഏക്കർ പ്രദേശത്തേക്ക് കാട്ടുതീ ആളിപ്പടർന്നു. അപകടത്തെക്കുറിച്ച് വിവരം അറിഞ്ഞ ഉടൻ തന്നെ തദ്ദേശീയ അഗ്നിശമന സേനയും സൈനിക രക്ഷാ പ്രവർത്തകരും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. എന്നാൽ ആളിപ്പടർന്ന തീയും ശക്തമായ പുകയും കാരണം തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഏക്കറുകളോളം പടർന്നു പിടിച്ച കാട്ടുതീ മണിക്കൂറുകളോളം പരിശ്രമിച്ച ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. മരണപ്പെട്ട സൈനികരുടെ വിവരങ്ങൾ സൈന്യം ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. സൈനിക നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇവരുടെ കുടുംബാംഗങ്ങളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച ശേഷമേ പേരുകളും മറ്റു വിവരങ്ങളും പുറത്തുവിടുകയുള്ളൂ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ സൈനിക താവളത്തിലും സമീപ പ്രദേശങ്ങളിലും കനത്ത ശോകമൂകമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി സൈനിക അന്വേഷണ സംഘം ഉടനടി അന്വേഷണം ആരംഭിച്ചു. സാങ്കേതിക തകരാറാണോ അതോ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമല്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന് പങ്കുവഹിച്ചിട്ടുണ്ടോ എന്ന കാര്യവും വിദഗ്ധ സംഘം സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. സംഭവ സ്ഥലത്തു നിന്നുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ് കണ്ടെത്തിയത്. പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ഭാഗങ്ങളും പ്രദേശം മുഴുവൻ പടർന്നു പിടിച്ച കനത്ത പുകയും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഒന്നായാണ് AH-64 അപ്പാച്ചെ അറിയപ്പെടുന്നത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ആക്രമണം നടത്താൻ ശേഷിയുള്ള ഇത്തരമൊരു വിമാനം പരിശീലന പറക്കലിനിടെ തകർന്നു വീണത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയൊരു ആഘാതമാണ്. അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കാൻ ഈ സംഭവം സൈന്യത്തെ നിർബന്ധിതരാക്കും. അമേരിക്കയിലെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്നായ ഫോർട്ട് ഹുഡിൽ ഇത്തരം പരിശീലന പറക്കലുകൾ പതിവാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി എപ്പോഴും സജ്ജരായിരിക്കാൻ സൈനികർ നടത്തുന്ന കഠിനമായ പരിശീലനങ്ങൾക്കിടയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് സൈനികരുടെ മനോവീര്യത്തെ ബാധിക്കുന്ന ഒന്നാണ്. താവളത്തിലെ മറ്റ് സൈനികരും ഉദ്യോഗസ്ഥരും വലിയ ദുഃഖത്തിലാണ്. അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രാദേശിക അഗ്നിശമന സേനാംഗങ്ങളുടെ സമയോചിതമായ ഇടപെടലാണ് തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞത്. സമീപത്തുള്ള ജനവാസ മേഖലകളിലേക്ക് തീ പടരാതിരിക്കാൻ അവർ മണിക്കൂറുകളോളം കഠിനമായി പ്രയത്നിച്ചു. എന്നാൽ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന സൈനികരെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. കത്തിയമർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ബ്ലാക്ക് ബോക്സും മറ്റ് വിവരശേഖരണ ഉപകരണങ്ങളും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഹെലികോപ്റ്ററിന്റെ അവസാന നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. സൈനിക വ്യോമയാന സുരക്ഷാ ബോർഡിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ സൈനിക പരിശീലനങ്ങളുടെ അപകട സാധ്യതകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. യുദ്ധകളത്തിൽ മാത്രമല്ല, സമാധാന കാലത്തെ പരിശീലന വേളകളിലും സൈനികർ തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നത്. വീരമൃത്യു വരിച്ച പൈലറ്റുമാരുടെ ത്യാഗത്തെ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ആദരിച്ചു. സാലാഡോയിലെ പ്രദേശവാസികൾ വൻ സ്ഫോടന ശബ്ദമാണ് കേട്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വീടുകൾ പോലും കുലുങ്ങിയ രീതിയിലുള്ള ശബ്ദത്തിന് ശേഷമാണ് വൻതോതിൽ പുക ഉയർന്നത്. അപകട സ്ഥലത്തേക്ക് ഉടൻ തന്നെ ജനങ്ങൾ എത്തിയെങ്കിലും കനത്ത തീ കാരണമാർക്കും ഹെലികോപ്റ്ററിനടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങൾ കിടക്കുന്ന പ്രദേശം മുഴുവൻ സൈന്യം നിലവിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. തെളിവുകൾ നശിച്ചു പോവാതിരിക്കാൻ പ്രവേശനം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിശദമായ സാങ്കേതിക പരിശോധനകൾക്കായി ഈ ഭാഗങ്ങൾ സൈനിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. അമേരിക്കൻ പ്രസിഡന്റും പ്രതിരോധ സെക്രട്ടറിയും കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചു.
രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നതിനിടെ ജീവൻ വെടിഞ്ഞ ഈ സൈനികരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ദാരുണ സംഭവം സൈനിക വ്യോമയാന രംഗത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.